ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ സത്യവിശ്വാസം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പ്യൂ റിസർച്ച് ഏജൻസി നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ്. 2010 മുതൽ 2020 വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തെ മുഴുവനുമായി എടുക്കുമ്പോൾ വിവിധ മതവിഭാഗങ്ങളുടെ വളർച്ച എന്നതിനെ സംബന്ധിച്ച ഒരു പഠന റിപ്പോർട്ട്. അത് 100% ഒരു ആധികാരികമാണ്, ഒരു പെർഫെക്റ്റ് റിപ്പോർട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ചില ആശങ്ക ജനിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. സഭയിൽ അല്ലെങ്കിൽ ലോകത്ത് ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം ഇപ്പോഴും 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് നിരവധി പേർ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വിശ്വാസം ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ എണ്ണം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആദ്യമേ ക്രൈസ്തവ വിശ്വാസം, രണ്ടാമത് ഇസ്ലാം വിശ്വാസം, മൂന്നാമത് നിരീശ്വരവാദികൾ എന്നിങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിലെ ആ ഒരു മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് പ്യൂ റിസർച്ച് ഏജൻസി നൽകുന്ന സൂചന. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പ്രവണതയ്ക്ക് പിന്നിൽ? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സഭയുടെ പ്രാഥമിക കടമ എന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തളർച്ച സംഭവിച്ചിട്ടുണ്ടോ? സത്യവിശ്വാസം കലർപ്പില്ലാതെ പ്രഘോഷിക്കുന്നതിൽ സഭയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടോ? സഭാ വിശ്വാസികൾ, കത്തോലിക്ക സഭ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ട നടപടികൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി. ജോജി, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ പ്യൂ റിസർച്ച് ഏജൻസി അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നൊരു ആശയങ്ങൾ, സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റിപ്പോർട്ട് 100% ആധികാരികമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പറഞ്ഞതുപോലെ ചില ആശങ്ക ജനിപ്പിക്കുന്ന ചില സൂചനകൾ നമുക്ക് അതിൽ നിന്ന് നൽകുന്നുണ്ട്. നമുക്കറിയാം, കർത്താവായ ഈശോ മിശിഹ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ട ആ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകുന്നതിന്, ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈശോ നൽകിയ ഒരു വലിയൊരു ദൗത്യമുണ്ട്. അതായത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നൊരു കാര്യം. അതായത് കർത്താവ് ആത്യന്തികമായിട്ട് സഭയ്ക്ക് നൽകിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് 12 പേരിൽ നിന്ന് ഇന്ന് 2.3 ബില്യണായിട്ട് ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ എണ്ണം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2000 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം നിരവധി വെല്ലുവിളികൾ. എനിക്ക് തോന്നുന്നു ഒരു 100 വർഷം മുമ്പത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഒരു 2000-ന് ശേഷം, അല്ലെങ്കിൽ 2010-ന് ശേഷം, കറക്റ്റായി പറയുകയാണെങ്കിൽ 2020-ന് ശേഷമൊക്കെ ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. നിരീശ്വരവാദത്തിൻ്റെ അതിപ്രസരം, സാങ്കേതിക വിദ്യകളുടെ വലിയൊരു കുത്തൊഴുക്ക്, ഒപ്പം തന്നെ നമുക്കറിയാം യുവജനങ്ങളുടെ അവരുടെ ഇടയിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്ന വലിയൊരു തകർച്ച, അപജയം, അങ്ങനെ പല ഫാക്ടറുകളും പല വെല്ലുവിളികളും സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറമേ നിന്നും സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ കർത്താവ് സഭയെ ഏൽപ്പിച്ച ആ ആത്യന്തികമായിട്ടുള്ള ആ ഒരു മിഷൻ, ആ സുവിശേഷ പ്രഘോഷണം, അതിൻ്റെ ഒരു പ്രാധാന്യം, അത് എത്രത്തോളം ഗൗരവത്തോടെ, അത് ഏത് കാലഘട്ടത്തിലും, 100 വർഷം കഴിഞ്ഞിട്ടായിക്കോട്ടെ, ഇപ്പോഴായിക്കോട്ടെ, ഇനി 100 വർഷം, ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടായിക്കോട്ടെ, ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു പ്രാധാന്യം അതെനിക്ക് തോന്നുന്നു പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ജോർജി, മർക്കോസിന് സുവിശേഷം 16:15 ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ പ്രധാനമായിട്ട് ഏൽപ്പിക്കുന്ന ഒരു കടമയാണ്, നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസം അത് കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. എന്ന് വെച്ചാൽ സഭയുടെ സത്യവിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും വിശ്വാസ കൈമാറ്റം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ സവിശേഷത, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, എന്താണ് തങ്ങളുടെ ജീവിതം കൊണ്ടുള്ള അർത്ഥം, ഇവയൊന്നും മനസ്സിലാക്കാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. അവിടെയാണ് ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. അപ്പം സഭയുടെ
ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം എന്ന് പറയുന്നത് അത് പ്രഘോഷണം തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു നാളുകളിൽ സഭയിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം, അതിനുവേണ്ടി കൊടുക്കേണ്ട ആ ഒരു വലിയ സമയവും കഴിവും അല്ലെങ്കിൽ സോഴ്സും, ഇതിനെക്കുറിച്ചെല്ലാം വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, പലരും സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാനുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടായ കാരണം എന്താണ്? കാരണം പലപ്പോഴും സത്യവിശ്വാസത്തിൽ അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപജയങ്ങൾ, അല്ലെങ്കിൽ സഭയിൽ സംഭവിക്കുന്ന പല രീതിയിലുള്ള അപജയങ്ങൾ, സഭയുടെ ഒരു മൂല്യച്യുതി, സഭയുടെ ഒരു രീതിയിലുള്ള ഒരു തകർച്ച എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. അതൊക്കെയാണ് എപ്പോഴും വിശ്വാസികളെയും സഭാ നേതൃത്വത്തെ എല്ലാം ആകമാനം ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് അത് സുവിശേഷ പ്രഘോഷണം മാത്രമാണ്. ഇനി മറ്റൊരു രീതി പറയുകയാണ്, ഒരു കാലത്ത് നമ്മൾ കാണുന്നുണ്ട് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും എല്ലാം യൂറോപ്പിൽ നിന്ന് അനവധി മിഷണറിമാർ വന്നു. എന്താ കാരണം? കാരണം അന്ന് അവരുടെ സഭയിൽ ഈ പ്രഘോഷണം വളരെ വളരെ ശക്തമായിരുന്നു. നമുക്കറിയാം ഈ പത്രോസ്ലിഹായിൽ തുടങ്ങിയ സുവിശേഷ പ്രഘോഷണം അത് പൗലോസ്ലിഹയിലേക്ക് കടന്നു വരുന്നു. പിന്നീട് അത് അപ്പസ്തലന്മാരെല്ലാവരും ഏറ്റെടുക്കുന്നു. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്കെല്ലാം അത് വ്യാപിക്കുന്നു. ഏഷ്യയിൽ ആരംഭിച്ച് യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും എല്ലാ ഇടങ്ങളിലും വീണ്ടും അത് നമ്മൾ കാണുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും എന്താ പറയുക, ക്രിസ്തുവിനെ അറിയാത്ത പ്രദേശങ്ങളിലേക്ക് സുവിശേഷവുമായി മിഷണറിമാർ എത്തുകയാണ്. നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇന്ന് ജനങ്ങൾ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കാരണമായത് മറ്റൊന്നുമല്ല, മറിച്ച് അവർ സ്വീകരിച്ച സജീവവും ജീവദായകവുമായ വചനമാണ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാമാണെന്നും ഈ വചനം ഞങ്ങൾക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുമെന്നും അവർ വളരെ വ്യക്തമായി മനസ്സിലാക്കി. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം ആദ്യകാലങ്ങളിൽ സഭയിൽ വളരെ അവരതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ അവരതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ മെല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കുറവ്, അല്ലെങ്കിൽ അതിന് കൊടുക്കാണ്ട് ആ ഒരു ശ്രദ്ധ കൊടുക്കാതെ വന്നപ്പോൾ, താല്പര്യം കൊടുക്കാതെ വന്നപ്പോൾ, ആ പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോൾ മെല്ലെ വിശ്വാസ സമൂഹത്തിലും സഭയിലും അത് പ്രതിഫലിച്ചു. അതാണ് പലയിടങ്ങളിലും ഉണ്ടാകുന്ന ആ സഭയുടെ തകർച്ചയ്ക്ക് കാരണമായി മാറിയത്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് വളരെയധികം മിഷണറിമാരെ അയച്ചിരുന്ന ഒരു രാജ്യമാണ് സ്പെയിന്. ഇന്ന് ഇപ്പോൾ സ്പെയിനിലെ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം അവിടെ വെക്കേഷൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അവിടുത്തെ സഭയുടെ അവസ്ഥ വളരെ വളരെ ദുർബലമാണ്. പുതുതായിട്ട് ആരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല. അവിടെ മറ്റു പല വിശ്വാസങ്ങളും വ്യാപിക്കുന്നു. ആകമാനം ഒരു വലിയ അരാജകത്വം. അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചു വന്നപ്പോൾ അവിടെയുള്ള മിഷണറിമാർ തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്: ആദ്യകാലങ്ങളിൽ സ്പെയിനിൽ സുവിശേഷ പ്രഘോഷണം വളരെ ശക്തമായിരുന്നു. അവിടുന്ന് ആ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് ആ വലിയൊരു കൃപ സ്വീകരിച്ചുകൊണ്ട് മിഷണറിമാർ വല്ലതും പുറത്തേക്ക് വന്നിരുന്നു, പല രാജ്യങ്ങളിലും പോയിരുന്നു. മെല്ലെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം കുറഞ്ഞു, അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം ഇല്ലെന്നായി. സ്പെയിനിലെ സഭ ചുരുങ്ങാൻ തുടങ്ങി. ഇന്ന് മിഷണറിമാർ പോയിട്ട് സ്വന്തം സഭയെ തന്നെ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇത് തന്നെയാണ് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെ അവസ്ഥ. അയർലൻഡ് എടുത്തു. അയർലൻഡിലും ഒരു കാലത്ത് നമുക്കറിയാം എന്തുമാത്രം മിഷണറിമാരൊക്കെ അവിടുന്ന് പുറത്തേക്ക് വന്നിരുന്നു. എത്ര തീഷ്ണതയുള്ള, അല്ലെങ്കിൽ എവിടെയും പോയി അവിടുത്തെ ഭാഷകൾ പഠിച്ച് അവിടുത്തെ ജനങ്ങളോട് ക്രിസ്തുവിനെക്കുറിച്ച് വളരെ ഹൃദയം തുറന്ന് സംസാരിച്ച് ആ രീതിയിൽ ജനങ്ങളെ വിശ്വാസത്തെ കൊടുക്കുന്ന മിഷണറിമാർ. എന്നാൽ ഇന്നിപ്പോൾ നമുക്കറിയാം അയർലൻഡിലെ സഭയുടെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ്. കാരണം എന്താണ്? സുവിശേഷ പ്രഘോഷണം അത് മെല്ലെ അത് കുറഞ്ഞു വന്നു, അത് ഇല്ലെന്നായി തന്നെ പറയാം. അപ്പോൾ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളായിട്ട് നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ, ഒന്ന് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞത്, അല്ലെങ്കിൽ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കരുത്. രണ്ട്, സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു, എന്നാൽ വേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ സത്യസുവിശേഷം, അല്ലെങ്കിൽ യേശുക്രിസ്തു സ്വർഗം ആഗ്രഹിക്കുന്ന സുവിശേഷം പലപ്പോഴും പ്രഘോഷിക്കപ്പെടാതെ പോകുന്നു. ഇത് രണ്ട് കാരണങ്ങളുണ്ട് പലപ്പോഴും ഈ ഒരു രീതിയിലുള്ള വിശ്വാസ തകർച്ച കാരണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സഭ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അത് സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് സുവിശേഷ പ്രഘോഷണം ക്രിസ്തുവിനെ കൊടുക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല, അത് ഓരോരുത്തരുടെയും കടമയാണ്. എനിക്കൊന്നും ഇപ്പോൾ ജോജി പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നൊരു ചിന്ത, അതായത് സുവിശേഷ പ്രഘോഷണം എന്നത് എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, ക്രിസ്തുവിനെ അറിയാത്തവർക്ക്, ഇതുവരെ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവരിലേക്ക് സുവിശേഷം എത്തിക്കുക. രണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞവർ, അവർ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവരിലേക്കുള്ള ഒരു സുവിശേഷ പ്രഘോഷണം, ഒരു തരത്തിൽ പറയാം ന്യൂ ഇവാഞ്ചലൈസേഷൻ. ആ രണ്ട് കാര്യത്തിലും എങ്ങനെയാണ് നമുക്കൊരു പരാജയം, ഒരു തളർച്ച സംഭവിച്ചത്, അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഇപ്പോൾ ജോജി സൂചിപ്പിച്ച ആദിമ നൂറ്റാണ്ടുകൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ആ നൂറ്റാണ്ടുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ സഭാ നേതൃത്വത്തിൻ്റെ, അല്ലെങ്കിൽ സഭയുടെ
ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ദൗത്യം അല്ലെങ്കിൽ കടമ, അല്ലെങ്കിൽ മിഷണറിമാരെ അല്ലെങ്കിൽ വൈദികർക്ക് അല്ലെങ്കിൽ സന്യസ്തർക്ക് ഒക്കെ അൽമായർക്കൊക്കെ ഏൽപ്പിക്കുന്ന, അവരെ വരമേൽപ്പിക്കുന്ന ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്, സുവിശേഷവൽക്കരണമാണ്, ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു സ്ഥാപനവൽക്കരണത്തിലേക്ക് പലപ്പോഴും നീങ്ങുന്നതായിട്ട് പല ആശങ്കയും പലരും ഉന്നയിക്കുന്നുണ്ട്. അതായത് നമുക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, ആതുരാലയങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പലതുമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബേസിക് ദൗത്യം, അത് പണിതുയർത്തപ്പെടാനുള്ള ഒരു ബേസിക് ദൗത്യം എന്ന് പറയുന്നത്, ഒരു ബേസിക് മിഷൻ എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുക എന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടേക്ക് കടന്നു വരുന്നവർ എത്ര പേർക്ക് നമുക്ക് അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് ആഴത്തിൽ വിലയിരുത്തേണ്ട ഒരു സംഗതി തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുക, നമ്മുടെ ലൈഫിലൂടെ തന്നെ, നമ്മുടെ ലൈഫിലെ ഓരോ പ്രവർത്തികളിലൂടെ, നമ്മുടെ പ്രീച്ച് ആൻഡ് പ്രാക്ടീസ്, അതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. അപ്പോൾ നിലവിൽ ക്രിസ്തുവിനെ അറിഞ്ഞവർ, അല്ലെങ്കിൽ തലമുറകളായിട്ട് ക്രിസ്തു വിശ്വാസം തങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവർ, അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ എത്രത്തോളം ആഴത്തിൽ നമുക്ക് വേരുറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒക്കെ ആയിരിക്കാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ക്രിസ്തു വിശ്വാസത്തിൽ നിന്നാണ് പലരും നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്നത്. ഒരു നൺസ് എന്നൊരു കാറ്റഗറി, ഞങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നൊരു കാറ്റഗറിയിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഏരിയയാണ് സഭയ്ക്ക് മുമ്പിൽ അടിയന്തര പ്രാധാന്യത്തോടെ തുറന്നു കിടക്കുന്നത്. അതായത് ഇതുവരെ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് സുവിശേഷം എത്തിക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിഞ്ഞവർ, അല്ലെങ്കിൽ പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നവരുടെ ഉള്ളിൽ ക്രിസ്തു വിശ്വാസം ആഴത്തിൽ വേരുറപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ ഒരു പോയിന്റാണ് കുറെ കൂടി അടിയന്തര പ്രാധാന്യത്തോടെ സഭ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ ഓപ്പണായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിന് കൊടുത്ത പ്രാധാന്യം നമുക്ക് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. കാരണം അപ്പസ്തോല പ്രവർത്തനത്തിൽ പത്രോസ് ശ്ലീഹായും മറ്റുള്ള അപ്പസ്തോലന്മാർ പറയുകയാണ്, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ നിരന്തരം വ്യാപിച്ചോളാം. ഞങ്ങൾക്ക് മറ്റൊരു ജോലിയുമല്ല ഞങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടത്. കാരണം ഞങ്ങളുടെ ഗുരു ഞങ്ങളെ ഏൽപ്പിച്ച പ്രധാന കർത്തവ്യം അത് ഭക്ഷണമേശയുള്ള ശുശ്രൂഷയല്ല, അത് മറ്റുള്ള ഒരു കാര്യവുമല്ല, മറ്റുള്ള കാര്യങ്ങൾ കെട്ടിപ്പൊക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതി പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനവൽക്കരണമല്ല. അതെല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച പരമപ്രധാനമായ കർത്തവ്യം എന്ന് വെച്ചാൽ അത് സത്യസുവിശേഷം, ജീവദായകമായ സുവിശേഷം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും സുവിശേഷം പകർന്നു കൊടുക്കുന്നവരാണ്. അപ്പോൾ അവർ അന്നേ ആ പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണ് അവർ ഡീക്കന്മാർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സഭയുടെ ആ ഒരു നേതാക്കന്മാരുടെ, അല്ലെങ്കിൽ സഭയെ നയിക്കുന്ന പിതാക്കന്മാരുടെ പരമപ്രധാനമായ കർത്തവ്യം മറ്റൊന്നുമല്ല, അത് വചനം കൊടുക്കുക, ഈശോ കൊടുത്ത വചനം കൊടുക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. അങ്ങനെ ആ ഒരു പ്രാധാന്യം കൊടുത്തു വന്ന കാലഘട്ടങ്ങളിലാണ് സഭ, നമുക്കറിയാം, റോമിൽ മാത്രമല്ല മറിച്ച് പൗരസ്ത്യ ദേശങ്ങളിലേക്ക് എല്ലാം വ്യാപിച്ചത്. അപ്പോൾ നമ്മൾ സഭയിൽ അതിൻ്റെ ഒരു വലിയ തുടർച്ച കണ്ടു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സഭയ്ക്ക് എല്ലായിടത്തും ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പായി, അല്ലെങ്കിൽ ഒരു വളരെ ഒരു കംഫർട്ട് സോണിലേക്ക് സഭ വന്നു. സഭ അംഗീകരിക്കപ്പെട്ടു. അത് നൂറ്റാണ്ടുകളിലെ ആ ഒരു കിരാതമായ മതമർദ്ദനത്തിന് ശേഷം സഭ യൂറോപ്പിലും ഏഷ്യയിലും എല്ലായിടങ്ങളിലും സഭ അംഗീകരിക്കപ്പെട്ടു. സഭയിലുള്ളവരെ ആദരിച്ചു. സഭയ്ക്ക് വലിയ ബഹുമതി കിട്ടി. അങ്ങനെ എല്ലായിടത്തും ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സഭ ആ ഒരു കർത്തവ്യത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വചനത്തിന് പകരമായി നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മറ്റെന്ത് കൊടുത്താലും, എന്ത് കംഫർട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റേതൊരു ആവശ്യം നിറവേറ്റിയാൽ പോലും അതൊരിക്കലും വചനത്തിന് പകരമാകുകയില്ല. സത്യസുവിശേഷം യാതൊരു കലർപ്പമില്ലാതെ പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ ഒരു വിശ്വാസിക്ക് ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് അതിൽ മുൻപോട്ട് പോകാൻ, നമ്മൾ അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു അപജയം അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ശരിക്കും ഇപ്പം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സഭയിലും കേരള സഭയിലും അല്ലെങ്കിൽ മറ്റുള്ള സഭകളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ യൂറോപ്പിലെ സഭയോ അമേരിക്കൻ സഭയിലെ മാത്രമല്ല, മറിച്ച് നമ്മുടെ സഭയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷ പ്രഘോഷണം. അത് എത്രമാത്രം ഫലപ്രദമായി അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വലിയ ശ്രദ്ധ കൊടുക്കണം. അതിനുണ്ടാകുന്ന അപജയങ്ങൾ നമ്മളെ തകർച്ചയിലേക്ക് നയിക്കും. ഓക്കെ, അത് ജോജി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദിമ നൂറ്റാണ്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു കോർ എന്ന് പറയുന്നത് സുവിശേഷം കേൾക്കുന്നവരെ, സുവിശേഷം സ്വീകരിക്കുന്നവരെ നിത്യജീവനിലേക്ക് അനയിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അതായത് നിത്യതയുടെ സുവിശേഷമാണ് അവിടെ പ്രഘോഷിക്കപ്പെട്ടത്, ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കപ്പെട്ടത്.
ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് പ്രഘോഷിക്കപ്പെട്ടത്. നിത്യജീവന്റെ ആ ബ്യൂട്ടി, ആ മനോഹാരിത, അതാണ് പ്രഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ എത്ര വലിയ മതമർദ്ദനം വന്നാലും ക്രിസ്തുവിനെ വിട്ടുപേക്ഷിക്കാൻ ആദിമ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ തയ്യാറാകാതിരുന്നത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒന്ന് നോക്ക്, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം പല പ്രണയക്കണികളുടെ ഒക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരാളിങ്ങനെ ചിരിച്ച് കാട്ടുന്നു, അപ്പോൾ അതിനുശേഷം സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ച് മറ്റ് വിശ്വാസത്തിലേക്ക് പോകുന്നു. നിസ്സാരമായിട്ടുള്ള ചില തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട, വിശ്വാസം എനിക്ക് വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആഴത്തിൽ ഒരു വിശ്വാസം പലരുടെയും ഹൃദയത്തിൽ വേരുറപ്പിക്കപ്പെട്ടിട്ടില്ല. അതായത് ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയായിരുന്നു, ഞാനും ക്രിസ്ത്യാനിയാണ്, ഇനി എൻ്റെ മക്കളും ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒരു കാര്യം. നമുക്കറിയാം ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഇപ്പോൾ മാർപ്പാപ്പയുടെ ചുമതലയാണ്, മെത്രാന്മാരുടെ ചുമതലയാണ്, ഇടവകയിൽ വൈദികരുടെ ചുമതലയാണ്, കുടുംബനാഥന്മാരുടെ ചുമതലയാണ്, എല്ലാവരുടെയും ചുമതലയാണ്. അത് അതായത് പ്രായമായവർ മുതൽ ടീനേജേഴ്സ് മുതൽ കൊച്ചു കുട്ടികൾ വരെ എല്ലാവരുടെയും ചുമതലയാണ് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അതിൽ എവിടെയൊക്കെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പലയിടങ്ങളിലും പലരും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയുണ്ട്. സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് ചില ഭൗതിക നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം ലഭിക്കും, നിങ്ങൾക്ക് രോഗശാന്തി, ഓഫ് കോഴ്സ് അത് കിട്ടും, രോഗശാന്തി കിട്ടും, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സ്ഥല കച്ചവടം നടക്കുക, എല്ലാം നടത്തും. പക്ഷേ അതിൽ മാത്രം പലപ്പോഴും ഒതുങ്ങി നിന്ന് പോകുന്നു. പിന്നെ അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ വേണ്ട എന്നൊരു കാര്യം. നമുക്ക് ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, ശിഷ്യന്മാർ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഒരു അടയാളമാണ്, അത്ഭുതമാണ്. അതായത് ക്രിസ്തു വിശ്വാസത്തിലേക്ക് അനേകരെ ആനയിക്കാനുള്ള അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അത് അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെ അത് സ്വീകരിച്ചവർ ക്രിസ്തുവിൻ്റെ പ്രഘോഷകരായിട്ട് മാറുന്നു. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ആ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു പോകുന്നു. പിന്നെ അവർക്ക് ക്രിസ്തുവിനെ വേണ്ട, വിശ്വാസം വേണ്ട എന്ന രീതിയിൽ, എല്ലാവരും അല്ല, ചിലരെങ്കിലും അത്തരത്തിലുള്ളൊരു അപജയം നേരിടുന്നുണ്ട്. അപ്പോൾ അതല്ല നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടത്, അതല്ല നമ്മൾ പ്രഘോഷിക്കേണ്ടത്. നിത്യജീവനാണ് പ്രഘോഷിക്കുന്നത്. എവിടെയൊക്കെ നിത്യജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു അവിടെയൊക്കെ സഭ വളരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ജോർജ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. കാരണം പത്രോസ് ലീഗ തൻ്റെ ലേഖനത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ വ്യാജ പ്രബോധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ തെറ്റായ ടീച്ചിങ്സിനെ കുറിച്ച് ഉള്ള വ്യക്തമായ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ അന്നത്തെ കാലം മുതൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ജെറമ്യാ പ്രവാചനം ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രവാചനം ഹനനിയ. പക്ഷേ ഹനനിയയുടെ പ്രൊഫസി ഒരിക്കലും അത് കർത്താവിൽ നിന്നായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള വ്യാജ പ്രബോധനം, സത്യപ്രബോധനത്തിന് വിരുദ്ധമായ വ്യാജ പ്രവചനങ്ങളും പ്രബോധനങ്ങളും ടീച്ചിങ്സിലാണ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു രസകരമായ കാര്യം ഇതാണ്. സഭയിൽ കൊലപാതകളും അതുപോലെ മാരകഭാവം ചെയ്യുന്ന വിചാരികളും അങ്ങനെ പല പല വ്യക്തികളും, പക്ഷേ അവരെ ആരെയും സഭ പുറത്താക്കുന്നതായി കാണുന്നില്ല. എന്നാൽ സഭയ്ക്ക് വിരുദ്ധമായ, സഭയുടെ സത്യപ്രബോധനത്തിന് വിരുദ്ധമായ ഒരു ടീച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് സഭ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ വീക്ഷിക്കുകയും ചിലപ്പോൾ വ്യക്തികളെ പുറത്താക്കുകയും ചെയ്യും. അപ്പം മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. കാരണം വെച്ചാൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊലപാതകവും അതിൽ മറ്റുള്ള പാപങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കരമായി ഗൗരവമായത്. എന്നാൽ സഭയുടെ കാഴ്ചപ്പാടിൽ അത് അതിനേക്കാൾ ഗൗരവമാണ് സഭാ ടീച്ചിങ്സ്, അല്ലെങ്കിൽ ക്രിസ്തു പകർന്നു കൊടുത്ത സഭാപിതാക്കന്മാർ നമുക്ക് കാലങ്ങളായി കൈമാറുന്ന ആ ഒരു പഠനത്തിന് വിരുദ്ധമായിട്ടുള്ള പഠനങ്ങൾ. അങ്ങനെയുള്ള ഘട്ടങ്ങളിലെ സഭ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വ്യാജ പ്രവാചകന്മാരും ഈ വ്യാജ പ്രബോധകരും അവരെക്കുറിച്ച് നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണമെന്ന് പത്രോസ് ലീഗ തുടങ്ങി അപ്പസ്തോലന്മാരുടെ കാലഘട്ടം തുടങ്ങി നമ്മളോട് വളരെ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇതാണ്, സഭയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പകർന്നു നൽകിയ ഈ ഒരു സത്യപ്രബോധനമാണ്. അപ്പോൾ ഈ ഒരു സത്യപ്രബോധനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ വളരെ നിസ്സാരമായിട്ട് പിശാചിന് നമ്മളെ ചിതറിക്കാൻ സാധിക്കും, സഭയെ ശിഥിലമാക്കാൻ കഴിയും. നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴൊക്കെ സഭയിൽ ഒരു ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്, പിളർപ്പുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കിസംസ് വന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ എല്ലാം പുറകിൽ ഒരു ടീച്ചിങ്സ് ഉണ്ട്, ഒരു ആശയമുണ്ട്, ഒരു പ്രബോധനമുണ്ട്, ചില വാക്കുകളുണ്ട്, ചില വ്യക്തികളുടെ ഇടപെടലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് സഭ എപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വാണിംഗ് കൊടുക്കുന്നത്. ഇനി മറ്റൊരു രീതി പറയുകയാണെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ ഡിസേൺമെൻറ്റ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ കാലത്തെ വിശ്വാസം. ഇവിടെ ജോർജ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ വിശ്വാസികളോട് നമ്മൾ പറയാനുള്ള കാര്യം ഇതാണ്, നമ്മളെല്ലാ ആത്മാക്കളും നമ്മൾ വിവേചിക്കും. നമ്മൾ ചാടി കയറി നമ്മളെല്ലാം നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കരുത്. ഒരു സെൻസസ് ഫിദൈ എന്ന് വെച്ചാൽ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത് സത്യപ്രബോധനമായിട്ട് ചേർന്ന് പോകുന്നതാണോ, ഇത് ശരിക്കും ട്രൂ ഒറിജിനൽ ടീച്ചിങ് ആണോ, ഇത് ശരിയായ ഡോക്ടറിൻ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു വിവേകവും ആ ഒരു വലിയ ആ ഒരു ജ്ഞാനവും തീക്ഷ്ണതയും ഒക്കെ വിശ്വാസികൾ കാണിക്കേണ്ടതായിട്ട് ഒരു ആവശ്യകതയുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ ഞാനിപ്പം മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഈ കാലാകാലങ്ങളിൽ
കാലങ്ങളിൽ സഭയെ പല രീതിയിലുള്ള ഫിലോസഫികൾ, ഇസംസ് ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രെഡറിക് നീഷെ എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെ വിചിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു കത്തോലിക്ക സഭ. അദ്ദേഹം പറഞ്ഞതാണ്, കത്തോലിക്ക സഭ ആവശ്യമില്ലാത്ത ഭാരം വിശ്വാസികളുടെ മേൽ അങ്ങോട്ട് കെട്ടിയേൽപ്പിക്കുകയാണ്. കാരണം ഇന്ന ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് തിരിയരുത്, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ധാർമ്മികത, അദ്ദേഹത്തിൻ്റെ മറ്റുള്ള സാമൂഹികമായ ജീവിതം, ഇതിനൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ലേ. അപ്പോൾ സഭയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സഭ പകർന്നു കൊടുത്ത അച്ചട്ടായ ധാർമ്മിക ജീവിതം, അല്ലെങ്കിൽ വിവാഹിക ജീവിതം, അല്ലെങ്കിൽ കുടുംബജീവിതം, ഇവയെക്കുറിച്ചൊക്കെ നീഷയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ആശ, അല്ലെങ്കിൽ വഴിവിട്ട രീതിയിലുള്ള ജീവിതത്തിന് വേണ്ടി ക്രമരഹിതമായ തങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോകാൻ, തങ്ങളുടെ ഫീലിങ്സിൻ്റെ പുറകെ പോകാൻ, തങ്ങളുടെ ഇച്ഛകളുടെ ആ ഒരു ശമനത്തിന് വേണ്ടി പോകാൻ, ആ രീതിയിലുള്ള ഒരു പഠനത്തിലേക്കൊക്കെ ജനങ്ങളെ നയിക്കാൻ, ലോകത്തെ നയിക്കാൻ വേണ്ടി നീഷയെ പോലുള്ള ഫിലോസഫേഴ്സ് കാലാകാലം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പ്രധാനപ്പെട്ട ശത്രു സഭയാണ്. കാരണം സഭയിൽ ഒരു അച്ചടക്കമുണ്ട്, സഭയ്ക്കൊരു കൃത്യമായ ഡോക്ടറുണ്ട്, സഭയ്ക്ക് വിശ്വാസികളോട് തങ്ങളുടെ ഈ ഭൗമിക ജീവിതത്തിൽ പാലിക്കേണ്ട ചില ആ കൃത്യനിഷ്ഠകളെക്കുറിച്ചും ചട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പഠനമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പുറകെ ഇനി വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും എന്താ പറയുക, സഭ മാനം നോക്കികളാണ്, സഭ വിശ്വാസികളെ മാനത്തേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നു പറഞ്ഞ ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, കമ്മ്യൂണിസം പോലുള്ള. അത് പറഞ്ഞ് ഈ ലോക ജീവിതത്തെക്കുറിച്ച് സഭയ്ക്കൊന്നും പറയാനില്ല. അവിടെയാണ് ജോർജ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അത് നിത്യജീവനാണ്. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ കാതലായ കുറച്ച് ടീച്ചിങ്സ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ 50, 60, 70 വർഷം ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞ് പോകേണ്ടതല്ല, മറിച്ച് നമുക്കൊരു അനന്ത ജീവനുണ്ട്, നമുക്ക് നിത്യകാലത്തേക്ക് ഒരു ജീവിതമുണ്ട്. അത് സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, തലവിധിയുണ്ട്. ഇതൊക്കെ നമ്മുടെ കത്തോലിക്ക ടീച്ചിങ്സിൻ്റെ വളരെ സോളിഡായ, വളരെ ശക്തങ്ങളായ പഠനങ്ങളാണ്. അപ്പോൾ ഇവയിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ സുവിശേഷ പ്രഘോഷണത്തിനാണ് ഉറപ്പായിട്ടും വിശ്വാസികളെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു വരാനുള്ളതാണ്, ഈ കാലഘട്ടങ്ങളിലുള്ള പ്രബോധനങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വളരെ ശ്രദ്ധാലുക്കളാണ്, ഇല്ലെങ്കിൽ നമുക്ക് വീഴ്ച പറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊന്ന് സഭയെ അല്ലെങ്കിൽ സഭയിലെ ചിലരെയെങ്കിലും ഒരു ഭയം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അതായത് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ മറ്റു മതസ്ഥർ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, നമ്മളൊരു സെക്യുലർ വേൾഡിലല്ലേ, അല്ലെങ്കിൽ എല്ലാ മതസ്ഥരും തിങ്ങിപ്പാർക്കുന്നിടത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനെ അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങ് ഉറച്ച ശബ്ദത്തോടെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും മറ്റുള്ളവർ പോകും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ അത് ബാധിക്കും എന്നൊരു അബദ്ധ ധാരണ ചിലരുടെയെങ്കിലും ഉള്ളിൽ അത് കയറി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം വളരെ ശക്തമാണ്. നമ്മളങ്ങനെ ഭയപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഭയപ്പെട്ടിരിക്കും, ബാക്കിയുള്ളവർ വളർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, ചിലരുടെയൊക്കെ ചില വിശ്വാസപ്രകാരം അവരുടെ വിശ്വാസത്തിൽ ജീവിക്കാത്തവർ ശത്രുക്കളാണ് എന്ന ധാരണ വെച്ച് പുലർത്തുന്നവരും ഉണ്ട്. അത് പബ്ലിക്കായിട്ട് പല അനൗൺസ്മെന്റിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അതൊന്നും പറയുന്നതിൽ യാതൊരു ഭയവുമില്ല. നമ്മൾ പ്രഘോഷിക്കുന്നത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത്. അത് പ്രഘോഷിക്കുന്നതിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവിടെ മതേതരത്വം തകരുമോ എന്ന രീതിയിലുള്ള ചിന്ത, ഇവരാരെയും വെട്ടാനോ കൊല്ലാനോ, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിൽ ഇല്ലാത്തവർ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലണം, അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് 2000 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ആരും അങ്ങനെ പഠിപ്പിക്കുകയുമില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ അവരെ ഉടൻ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ പഠിപ്പിക്കത്തില്ല. സ്നേഹത്തിന്റെ സുവിശേഷമാണ്, നിത്യജീവനാണ്. അപ്പോൾ ഒരു സെക്യുലർ കാഴ്ചപ്പാടിലേക്ക് എന്ന് പലരുടെയും ചിന്താഗതി വന്നു തുടങ്ങിയോ, അന്ന് നമുക്ക് സുവിശേഷ പ്രഘോഷണങ്ങളിൽ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അത് വലിയൊരു വീഴ്ച തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ജോർജ് പറഞ്ഞ ഒരു കാര്യം പറയണം, സെക്യുലർ ഐഡിയാസ് ശരിക്കും മനസ്സിലാക്കണം. ഈ സെക്യുലർ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പ്രൊമിനൻ്റ് ആയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു അബദ്ധ പ്രബോധനം പടർന്നു പിടിക്കുക. എന്താ, അത് വിശ്വാസവും കാര്യങ്ങളൊക്കെ പള്ളിക്കുള്ളിൽ മാത്രം മതി, അല്ലെങ്കിൽ പള്ളിക്കുള്ളിൽ വരെയും വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യൻ്റെ കാര്യത്തിൽ വളരെ വളരെ കൺസേൺ, അവർക്ക് അവരുടെ ഫീലിങ്സ് കട്ടാവുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നുവോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജോർജ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ പോലെ പ്രഘോഷിക്കാൻ പറ്റിയ മറ്റൊരു വ്യക്തിത്വം എവിടെയാണ് ഉള്ളത്? അല്ലെങ്കിൽ ക്രിസ്ത്യൻ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ തന്നെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവായിട്ടുള്ള കണ്ടുമുട്ടലാണ്, യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധമാണ്. അപ്പം ഈ യേശു ക്രിസ്തു ഇന്ന് പലപ്പോഴും പ്രീച്ചിങ്ങിൽ യേശു എന്ന പേര് തന്നെ മാറ്റപ്പെടുക, ഭയമാണ്. ജോർജ് പറഞ്ഞ ഭയമാണ്. ശരിക്കും പലയിടങ്ങളിലും ക്രിസ്തുവില്ല, മറ്റു പല പല ദൈവികമായ ദൈവം എന്നൊരു പേര്, കോമണായ ദൈവം എന്നൊരു പേര് ഉപയോഗിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ പഠനങ്ങളും ആശയങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ക്രിസ്തുവില്ലാതെ ക്രിസ്തുവിന്റെ പഠനത്തിന് ആശയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇപ്പൊ പ്രഘോഷിക്കപ്പെടേണ്ടത് അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവന്റെ കുരിശുമരണത്താൽ രക്ഷയുണ്ട്, അവന്റെ രക്തം നമുക്ക് സൗഖ്യവും വിടുതലും നൽകുന്നു, അവനിലൂടെ നമുക്ക് നിത്യജീവൻ നമുക്ക് സംലഭ്യമാണ്. അവൻ്റെ പഠനങ്ങൾ അതാരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ കൊല്ലുവാനോ ഇല്ലായ്മ ചെയ്യാനുള്ള, മറിച്ച് ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത്രമാത്രം റിച്ചായിട്ടുള്ള
അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹം തുളുമ്പുന്ന ഒരു ടീച്ചിങ്സ് നമുക്ക് മറ്റെവിടെ കാണാൻ സാധിക്കും? നമുക്ക് ഞാൻ പറയണം, മറ്റുള്ള ഏതൊരു ആത്മീയ വ്യക്തികളെ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം എത്രമാത്രം റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രമാത്രം കാലഘട്ടത്തിന് അനുയോജ്യമായ, അല്ലെങ്കിൽ എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പഠനങ്ങളും അതുപോലുള്ള സംസാരവും പ്രവൃത്തിയുമൊക്കെയായിരുന്നു. ഇത് തന്നെ യേശു ക്രിസ്തു കാൽവരിയുടെ കുരിശിൽ കാണിച്ചു കൊടുത്തു. താൻ എന്തു പ്രഘോഷിച്ചോ അതിനുവേണ്ടി തൻ്റെ ജീവൻ തന്നെ കൊടുത്തു. അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന മാനവകുലത്തിന് വേണ്ടി തൻ്റെ അവസാനോട് രക്തം പരിച്ചതുവാന് യേശു ക്രിസ്തു തയ്യാറായി. അവൻ കൊടിയ പീഡകൾ സഹിച്ചപ്പോഴും അപമാനം ഏറ്റപ്പോഴും അവൻ്റെ ശരീരവും മാംസവും എല്ലാവരും വലിച്ചു കീറിയപ്പോഴും അവനെ കൊടും ക്രൂര പീഡനത്തിന് ഇരയാക്കിയപ്പോഴും അവൻ അവരെ ശപിക്കുകയോ അവർക്കെതിരെ ഒരു വാക്കുരിയാടുകയോ ഒന്നും ചെയ്തില്ല. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. കുരിശിൽ കിടന്നുകൊണ്ട് വരെ യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു. അത്രമാത്രം മാനവകുലത്തെ സ്നേഹിച്ച ഒരു ഗുരുവിൻ്റെ പഠനമാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്രഘോഷിക്കണം. അത് ആ സത്യപ്രഭോ, അല്ലെങ്കിൽ സെക്യുലറിസം ആയിക്കോട്ടെ, യൂണിവേഴ്സിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് ഇസമായിക്കോട്ടെ ജോർജി, അതെല്ലാം ശരിക്ക് നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. വിശ്വാസം നമുക്ക് പള്ളിയിലും പ്രാർത്ഥനയും മാത്രം പോരാ, മറിച്ച് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയായാലും, വീട്ടിലായിരിക്കുമ്പോഴും പുറത്തായിരിക്കുമ്പോഴും ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും നമ്മൾ മാർക്കറ്റിലായിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നമുക്ക് ഈ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. അതാ എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ബലപ്പെട്ട് ആഴപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അവസാനമായി 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ലയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും ഓരോ പ്രസ്താവനയും നമുക്ക് വളരെയധികം ഒരു ആവേശം നൽകുന്നുണ്ട്. ക്രിസ്തു എന്ന വാക്ക് കൂടെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ, പ്രസ്താവനയിൽ നമുക്ക് കൃത്യമായിട്ടും ലഭിക്കുന്നുണ്ട്. ആ ഒരു വാക്കിന് തന്നെ വലിയൊരു ശക്തിയുണ്ട്. അത് പറയുന്നതിൽ അദ്ദേഹത്തിനൊരു ലജ്ജയില്ല, മടിയില്ല എന്നത് വളരെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്രിസ്തു നമുക്ക് അഗസ്റ്റീനിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ക്രൈസ്റ്റ് സെന്റേഡ് ആണ്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും. അപ്പോൾ ക്രിസ്തു എന്ന വാക്ക്, ജീസസ് എന്നൊരു വാക്ക്, ദൈവം എന്നൊരു കോമൺ വാക്കിനേക്കാൾ ഉപരി ക്രിസ്തു, ജീസസ്, യേശു അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിലും പ്രസ്താവനകളിലും വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കൃത്യമായിട്ടുള്ളൊരു സാക്ഷ്യ ജീവിതം. ഇന്നത്തെ യുവതലമുറ പലപ്പോഴും ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും അകറ്റപ്പെടുന്നത് അവരുടെ മുമ്പിൽ ഒരു നല്ല സാക്ഷ്യങ്ങൾ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ യഥാർത്ഥമായിട്ടുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ലൈഫ് അവർക്ക് അവരുടെ ചുറ്റിലുമുള്ളവരിൽ, അവരുടെ ചുറ്റിലുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ പലപ്പോഴും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, വിശുദ്ധ ജോൺ മരിയ വിയാനി, ഇപ്പോൾ ആഴ്സിലെ ആ ഒരു ഇടവകയെ വിശുദ്ധ ജോൺ മരിയ വിയാനി എങ്ങനെ നേടിയെടുത്തു? അദ്ദേഹം ആ ഇടവകയിലേക്ക് വരുമ്പോൾ വളരെ കുത്തഴിഞ്ഞ ഒരു സംവിധാനം, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുത്തഴിഞ്ഞ ജീവിതം, ഡാൻസും പാട്ടും, അങ്ങനത്തെ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. വിശുദ്ധൻ ആ ഇടവകയെ നേടിയെടുക്കുവാൻ അവരുടെ ചെയ്തികൾ അനുകരിക്കുകയല്ല ചെയ്തത്, ഇല്ലേ? ഇപ്പോൾ അവരോടൊപ്പം തുള്ളുകയല്ല, അല്ലെങ്കിൽ ആ ഒരു ശൈലിയല്ല അദ്ദേഹം അവലംബിച്ചത്. അദ്ദേഹം വളരെ കണിശമായിട്ടൊരു പെർഫെക്റ്റ് ക്രിസ്ത്യൻ എക്സാമ്പിൾ അവിടെ കാണിച്ചു. പിന്നീട് നമുക്ക് എന്താ സംഭവിച്ചു? വളരെ അത്ഭുതം തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഈ കാലഘട്ടത്തിൽ മറ്റൊരു അബദ്ധ ധാരണയാണ്, ഈ കാലഘട്ടത്തെ നേടുവാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശൈലിയിലേക്ക്, അല്ലെങ്കിൽ അവരിൽ ഒരാളായിട്ട് അവരുടെ ഒപ്പം തുള്ളുക, അവരോടൊപ്പം ആ ഒരു ശൈലി, അതിലൂടെ അവരെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന പല അബദ്ധധാരണയും പലരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ അതിൽ അവർക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ്. ജോൺ മരിയ വിയാനി വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരിൽ നിന്നൊക്കെ വേർതിരിവ് പാലിച്ച് പ്രാർത്ഥനയിലൂടെ എത്രയോ ദിനരാത്രങ്ങൾ അദ്ദേഹം ആ പള്ളിയുടെ ആൾക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിച്ചു തൻ്റെ ദേശത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. പിന്നീട് ആ കുമ്പസാരക്കൂടിൽ വലിയൊരു അത്ഭുതം തന്നെ സംഭവിച്ചു. ശരിക്കും അത്തരത്തിലുള്ള ജോൺ മരിയ വിയാനിമാരെയാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം. ശക്തമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, ഏത് പ്രതിസന്ധിക്കും ഏത് കാര്യത്തിനും ഉത്തരം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതല്ലാതെ ഒരു മിക്സിങ്ങിലൂടെ പലരെയും നേടിയെടുക്കാം എന്നൊരു അബദ്ധധാരണ പലരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളിത് പറയുമ്പോൾ എല്ലാവരെയും കാടടച്ച് വിമർശിക്കുകയല്ല, വളരെ വളരെ തീക്ഷ്ണമായിട്ട് ആ ഒരു ചൈതന്യത്തോടു കൂടി, പ്രാർത്ഥനയുടെ ചൈതന്യത്തോടു കൂടി പ്രാർത്ഥിക്കുക. അനേക അൽമാര് നമ്മുടെ ചുറ്റിലുണ്ട്, അനേകം വൈദികർ നമ്മുടെ ചുറ്റിലുണ്ട്, അനേകം അഭിയുന്ന പിതാക്കന്മാർ ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ, പരിത്യാഗത്തിന്റെ ചൈതന്യത്തിൽ, യഥാർത്ഥമായിട്ടുള്ള ആ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിൽ വെള്ളം ചേർക്കാതെ സുവിശേഷം പ്രഘോഷിക്കുന്ന അനേകം വൈദികരും അനേകം അഭിയുന്ന പിതാക്കന്മാരും അൽമാരും ഒക്കെ നമ്മുടെ ചുറ്റിലുണ്ട്, സന്യസ്തരും ഒക്കെ നമ്മുടെ ചുറ്റിലുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും ചില തരത്തിൽ ചില പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പരാജയം എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ സഭയുടെ മൊത്തത്തിലുള്ള ഒരു പരാജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചില തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റണം. ഉറച്ച ഒരു ബോധ്യത്തോടു കൂടി ക്രിസ്തുവിനെ ധീരതയോടുകൂടി പ്രഘോഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആഫ്രിക്കൻ സഭയെക്കുറിച്ച് പരാമർശിക്കാതെ വയ്യ. കാരണം ഈ ഒരു കാലഘട്ടങ്ങളിൽ
വളരെ സമൃദ്ധമായി ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന ഒരു സഭാ സമൂഹമാണ് ആഫ്രിക്കൻ സഭ. ഒരുപക്ഷെ അവരുടെ ആ ഒരു വലിയ ഒരു സങ്കടാവസ്ഥ, അല്ലെങ്കിൽ ഒരു വലിയ ദുരവസ്ഥ പലപ്പോഴും ലോകത്തിൻ്റെ കണ്ണിൽ പെടുന്നില്ല. ജോർജി, അവർ വിശ്വസിക്കുന്ന ആ ഒരു സത്യസുവിശേഷത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്ന പ്രകാരം എന്തുമാത്രം ക്രൂരമായ പീഡനങ്ങളോടാണ് അവർ കടന്നു പോകുന്നത്. നമുക്കറിയാം, അതിപ്പോൾ ഈ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ തന്നെ എടുക്കാം. നൈജീരിയയിൽ ഇപ്പം ഒരു 6-8 വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ, ആൾക്കാർ കൊല്ലപ്പെട്ടു 10, 200, 300 പേര് കൊല്ലപ്പെട്ടു. ചിലപ്പോൾ ചില പത്രങ്ങളിൽ പറഞ്ഞ കർഷകർ എന്ന് പറയുന്നത് ശരിക്കും അത് അവിടെ കൊല്ലപ്പെടുന്നത് അവിടെ ക്രിസ്ത്യാനികൾ തന്നെയാണ് കൊല്ലപ്പെടുന്നത്, വളരെ ബ്രൂട്ടലായിട്ട്. മറ്റൊരു കാരണമില്ല. അവിടെ എന്തെങ്കിലും ഒരു എത്നിക് ക്ലാഷോ അല്ലെങ്കിൽ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കലഹമൊന്നുമല്ല, മറിച്ച് അവിടെ ഒറ്റ കാര്യമുള്ളൂ, അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവർ സത്യവിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതിനെ പ്രതി, അവരുടെ വിശ്വാസത്തെ പ്രതി മാത്രമാണ് അവർ അറവ് മാടുകളെ പോലെ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. നമുക്കറിയാം, ഈ വളരെ അടുത്ത നാടുകളിൽ തന്നെ 200 പേര് വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു. അതിനുശേഷം അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക, അതിനെക്കുറിച്ച് നന്നായിട്ട് പ്രതികരിക്കാൻ തന്നെ ലോക സമൂഹം തയ്യാറാകുന്നില്ല. പലപ്പോഴും ലോക സമൂഹത്തിൻ്റെ കണ്ണുകൾ അവിടെ ഇവിടെ എല്ലാം പായുന്നുണ്ട്. ഉറപ്പായിട്ടും പായണം, നല്ല കാര്യം. എന്നാൽ വർഷങ്ങളായിട്ട് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു വിശ്വാസ സമൂഹത്തെ ഇല്ലായ്മയാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ സംസാരിക്കാനോ കാര്യമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനപ്രദമായ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. വളരെ 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 വേദനാജനകമായ സംഭവമാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, സത്യവിശ്വാസം നമ്മൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ വിശ്വാസം തളച്ചു വളരുക മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്ക് ഈ കൊടിയ പീഡനം ഉണ്ടാകുന്നത് അവർ സ്വീകരിച്ച ആ സത്യസുവിശേഷത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന കാരണം മാത്രമാണ്. അപ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു, അല്ലെങ്കിൽ തങ്ങൾക്ക് വരുന്ന ഈ ഒരു വലിയ കൊടും പീഡനത്തെ പ്രതി അവർ തങ്ങളുടെ വിശ്വാസം വിട്ടുപോവുകയോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയോ സഭയിൽ നിന്ന് പോകുകയൊന്നും ചെയ്തില്ല, മറിച്ച് അവർ ഉറപ്പോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ സത്യപ്രഘോഷണം ഇനിയും തുടരണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രഘോഷണത്തിന് വലിയ ശക്തിയുണ്ട്. അതിലാണ് നമ്മുടെ ജീവൻ്റെ മുഴുവനും ഇരിക്കുന്നത്. സഭ ഭൗതികമായി എത്രയൊക്കെ വളർന്നാലും, എത്ര വലിയ സ്ഥാപനങ്ങൾ സഭയ്ക്കുണ്ടായാലും, സഭയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. സഭയെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്, ഈ ലോകത്തെ നിത്യജീവനിലേക്ക് ആനയിക്കുക എന്നതാണ്. എന്ന് ആ ഒരു ദൗത്യത്തിൽ നിന്ന് സഭ പിന്നോക്കം പോകുന്നുവോ, അന്ന് സഭയുടെ ഒരു തളർച്ച ആരംഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സുവിശേഷ പ്രഘോഷണത്തിന്റെ, കലർപ്പില്ലാത്ത സുവിശേഷ പ്രഘോഷണത്തിന്റെ, നിത്യജീവന്റെ പ്രഘോഷണത്തിന്റെ ആ അടിയന്തര പ്രാധാന്യം സഭ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയും ആ ഒരു വിളഭൂമി കൊയ്ത്തിന് പാകമായി സഭയുടെ മുൻപിലുണ്ട്. ക്രിസ്തുവിനെ അറിയാത്ത ജനലക്ഷങ്ങൾ, ജനകോടികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ക്രിസ്തുവിനെ അറിഞ്ഞവരെ വീണ്ടും ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആഴത്തിൽ വേരുറപ്പിക്കേണ്ട വലിയൊരു ദൗത്യം കൂടി സഭയ്ക്ക് മുമ്പിലുണ്ട്. അതിനാൽ തന്നെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം, നിത്യജീവനിലേക്ക് സഭാമക്കളെ ആനയിക്കാം, ആത്മാക്കളെ കർത്താവിനായിട്ട് കൊയ്തെടുക്കാം. അതിനുവേണ്ടിയാകട്ടെ സഭയുടെ എല്ലാ സാധ്യതകളും, എല്ലാ സമ്പത്തും, എല്ലാ സമയവും ആ തരത്തിൽ വിനിയോഗിക്കപ്പെടുവാൻ, അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുവാൻ സഭ നേതൃത്വത്തിനാകട്ടെ. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്, ഓർക്കുക, അതൊരു മെത്രാന്റെയോ ഒരു വൈദികന്റെയോ ഒരു അൽമാന്റെയോ ദൗത്യം മാത്രമല്ല, അവരുടെ മാത്രമല്ല ദൗത്യം, എല്ലാവരുടെയും ദൗത്യമാണ്. മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും ദൗത്യം തന്നെയാണ് സുവിശേഷ പ്രഘോഷണം. കലർപ്പില്ലാത്ത ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യങ്ങളിൽ ക്രിസ്തു പഠിപ്പിച്ച ആ അതേ പഠനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം, അത് ശക്തമായിട്ട് തുടരുവാൻ, ശക്തമായിട്ട് പുനരാരംഭിക്കുവാൻ വീണ്ടും സഭയ്ക്ക് സാധിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ പങ്കുവയ്ക്കലുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.